Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Good morning. Okay. ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടായിരുന്നോളോ കഴിഞ്ഞ ക്ലാസ്സിൽ? 94 ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, 94 പോയോ? ഓക്കെ, ഇപ്പൊ നമ്മള് ബ്ലഡ് ബാങ്ക് അല്ലെ, ഇവിടെ 20 അല്ലേ കിടക്കുന്നേ? നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന പ്രിന്റ് നോട്ടില് 20 എന്നല്ലേ കിടക്കുന്നേ ചാപ്റ്റർ? ഓക്കെ, അപ്പോ ഇനി നമ്മള് നെക്സ്റ്റ് ബ്ലഡ് ബാങ്ക് ആണ്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? നമ്മളൊരു ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടില്ലേ അവിടെ? ഡെഫിനിഷൻ എഴുതിയായിരുന്നോ ബ്ലഡ് ബാങ്കിന്റെ? ഡെഫിനിഷൻ എഴുതി നമ്മള് വെച്ചേക്കായിരുന്നു. നമുക്ക് നോക്കാം. അപ്പൊ ബ്ലഡ് ബാങ്ക് എന്താന്നാ പറഞ്ഞത് നമ്മള്? വാട്ട് ഈസ് ബ്ലഡ് ബാങ്ക്? ഹോസ്പിറ്റൽ ലബോറട്ടറി. ഇതിലൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. സ്റ്റോർ ബ്ലഡ് ആൻഡ് proper testing of blood to avoid risk of transfusion. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലംസ്. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ എന്താ? നമ്മൾ പറഞ്ഞു ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുന്ന, സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാ? ഇത് ക്ലിനിക്കൽ പതോളജി ലാബോറട്ടറിയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ബ്ലഡ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. വെറുതെ സ്റ്റോർ ചെയ്യാണോ ചെയ്യുന്നത്? അവിടെ എന്ത് ചെയ്യുന്നു? പ്രോപ്പർ ആയിട്ട് ടെസ്റ്റിങ്ങുകൾ നടത്തും. ഓരോ ഗ്രൂപ്പുകളും അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇതൊക്കെ നോക്കി എല്ലാ ടെസ്റ്റിങ്ങുകളും നടത്തി. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ടെസ്റ്റിങ്ങുകൾ ചെയ്യുമ്പോഴ് നമ്മള് ഏജ് നമ്മൾ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞായിരുന്നില്ലേ? നമ്മള് ഏജ് ഒക്കെ പറഞ്ഞോ? ഓക്കെ, ഏജ് 8 to 65 ബിറ്റ്വീനിലായിരിക്കണം. വെയിറ്റ് 45 kg മുകളിലായിരിക്കണം. നമ്മുടെ ആവശ്യത്തിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആവശ്യത്തിന് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഉണ്ടാവണം. ഹെൽത്തിയും ഫിറ്റും ആയിരിക്കണം. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റിങ്ങുകളൊക്കെ ചെയ്ത് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പും എല്ലാം ടെസ്റ്റിങ്ങുകളും നടത്തുന്നു. പ്രീ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലം. ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, അതിന്റെ റിസ്ക്, അപകടങ്ങള് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ആ ഒരു ഇത് ക്ലിയർ ആയില്ലേ? നിങ്ങക്ക് ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആണ്. ഇപ്പൊ പറഞ്ഞു നമ്മള് ബ്ലഡ് എന്താ പറയാ, ബ്ലഡ് നമ്മള് കളക്ട് ചെയ്യുമ്പോഴോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോഴോ ആളാണ് ഡോണർ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് നേരെ സ്റ്റോർ ചെയ്യല്ലേ ചെയ്യുന്നത്. അത് ബ്ലഡ് കട്ടയാവാതിരിക്കാനായിട്ട് അവിടെ ഒരു ആന്റി കൊയാഗുലന്റ്, ബ്ലഡില് ആന്റി കൊയാഗുലന്റ്, ഹെപ്പാരിൻ എന്ന് പറഞ്ഞ അതൊരു എക്സാമ്പിൾ ആണ്. ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ ഓരോ കമ്പോണൻസും, 4 കമ്പോണൻസ് ഉണ്ട്. അത് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എഴുതാം ബ്ലഡിന്റെ 4 കമ്പോണൻസ്: RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇങ്ങനെയുള്ള 4 ബ്ലഡിന്റെ കമ്പോണൻസും സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു മെഷീനിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവരവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. ശ്രദ്ധിക്കാം. ഇൻട്രൊഡക്ഷൻ നമ്മൾ തുടങ്ങിയായിരുന്നോ? ഇല്ല മാഡം. ഇല്ല. ഓക്കെ, അപ്പൊ നോക്കാം. ചാപ്റ്റർ ഞാനിവിടെ നോട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ നോക്കി. നമ്മളൊരു ഡെഫിനിഷൻ എഴുതിയായിരുന്നു അല്ലെ? ബ്ലഡ് ബാങ്ക് ഈസ് എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ലാബോറട്ടറി വേർ വി സ്റ്റോർ ദ ബ്ലഡ് ആൻഡ് ടു ഡു പ്രോപ്പർ ടെസ്റ്റിംഗ് ഓഫ് ബ്ലഡ് ടു അവോയ്ഡ് ദ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലംസ്. അതൊന്ന് ഷോർട്ട് ചെയ്ത് തന്നതാണ്. ഇനി ഇവിടെ നോക്കി ഇൻട്രൊഡക്ഷനില്
The term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood products take place and where pre-transfusion and blood compatibility എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ suitable ആയ ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിർവഹിക്കുക. അപ്പൊ എന്താ പറയുന്നത്, ഇത് തന്നെ നമ്മൾ എഴുതിയത് തന്നെ ഒന്നുകൂടി പറയുന്നു എന്നുള്ളൂ. ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ പതോളജി ലാബോറട്ടറിയുടെ ഉള്ളിൽ വരുന്നതാണ്. പതോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം, പതോളജി. ഇതൊന്ന് നോട്ട് ചെയ്ത് അവിടെ, പതോളജി സ്റ്റഡി ഓഫ് ഓക്കെ പതോളജി, ക്ലിനിക്കൽ പതോളജിയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ എന്താ ചെയ്യുന്നത്, അവിടെ ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതെന്താ, pre-transfusion the blood compatibility testing is executed. അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് നടത്തി ബ്ലഡ് ഒക്കെ സ്റ്റോർ ചെയ്ത്, ട്രാൻസ്ഫ്യൂഷന് മുന്നേ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിങ്ങുകൾ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ പതോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ. എന്തൊക്കെ ടാസ്കുകളാ വരുന്നതെന്ന് നോക്കിയേ, റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. അപ്പൊ ബ്ലഡ് ബാങ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ഉള്ളിൽ വരുന്ന ടാസ്കുകൾ ഏതൊക്കെയാന്ന് നോക്കിയേ, ബ്ലഡ് കളക്ഷൻ, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, പ്രോസസിംഗ്, ഓരോ പ്രോസസിംഗ് നടത്തുന്നു, ടെസ്റ്റിംഗ്, ഓരോന്നും ടെസ്റ്റ് ചെയ്യുന്നു, ആൻഡ് സെപ്പറേഷൻ, ബ്ലഡിൽ പറഞ്ഞാൽ ഓരോ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നു, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. അപ്പൊ ഇത്രയും ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ വരുന്നത്. ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, testing, separation and storage. Next, WHO. What is the expanded form? WHO. World Health Organization. നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചതാണ്. WHO, World Health Organization, developed a global approach blood safety to curtail എന്ന് പറഞ്ഞാൽ reduce, കുറയ്ക്കുക, the burden of disease due to unsafe blood transfusion. സേഫ് അല്ലാത്ത, അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സംബന്ധിച്ചുണ്ടാകുന്ന ഡിസീസുകള്, രോഗങ്ങള്, അതിന്റെ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ WHO ഒരു ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ഗ്രൂപ്പുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാണ്ട്, ഓരോ ഗ്രൂപ്പുകാര് അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം, ആരിൽ നിന്നൊക്കെ നമുക്ക് ബ്ലഡ് റിസീവ് ചെയ്യാം, ഓരോ ഗ്രൂപ്പുകാർക്കുടെ ഒക്കെ പഠിക്കാണ്ട്. അപ്പൊ അൺസേഫ് ആയിട്ട് ഇന്ന ഗ്രൂപ്പുകാർക്ക് ഇന്ന ഗ്രൂപ്പുകാർക്കുടെ ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാവുള്ളൂ, അത് ഇവർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാവുന്നുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള, അപ്പൊ അതിന് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. അൺസേഫ് ആയിട്ട്, ഇങ്ങനെ സേഫ് അല്ലാത്ത രീതിയിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയാല് പല രോഗങ്ങൾക്കും കാരണമാകും. അതുകൂടാതെ ആളുകൾക്ക് ഡെത്ത് വരെ സംഭവിക്കാം. അപ്പൊ അത്രയും ഒരു ഇതായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന ഡിസീസുകൾ, അതിന്റെ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ WHO ഒരു ഗ്ലോബൽ ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. An average person carries almost 5 liters of blood. എത്ര ലിറ്റർ ബ്ലഡ് ഉള്ളത് നമുക്ക്? 5 liters. 5 liters. Okay. Average person carries almost 5 liters of blood. It circulates the body. നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. Through blood vessels. ഏതിൽ കൂടിയാ? ബ്ലഡ് വെസൽസിൽ കൂടെ, രക്തക്കുഴലുകളിലൂടെ. And is pumped through the heart. ആരാ ബ്ലഡ് പമ്പ് ചെയ്യുന്ന പമ്പിങ് ഓർഗൻ ആരാ? നമ്മുടെ ബോഡി, ഹാർട്ട്. അപ്പൊ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഈ 5 liters ബ്ലഡ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പൊ ഹാർട്ട് എന്ത് ചെയ്യും? ഈ ബ്ലഡ് പമ്പ് ചെയ്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ ബ്ലഡ് വെസൽസിൽ കൂടെ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ബ്ലഡ് സർക്കുലേഷൻ. അപ്പൊ അങ്ങനെ 5 liters ബ്ലഡ് ഉള്ളത്. ഇതൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ് 8 liters ഓഫ് ബ്ലഡ്. എത്ര ലിറ്ററാ?
ലിറ്റർ 5 ലിറ്റേഴ്സ് 5 liters. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിനകത്ത് ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേംബറാണ്, 4 അറകളാണ് നമ്മുടെ ഹൃദയത്തിനുള്ളത്. അപ്പൊ അതിനകത്തെന്ന് വെച്ചാൽ റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. ഇതൊന്നും എഴുതണമെന്നില്ല, ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇങ്ങനെ 4 ചേംബറാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി, നമ്മുടെ ഹ്യൂമൻ ഹാർട്ട്, നമ്മുടെ മനുഷ്യ ഹൃദയത്തില് 4 ചേംബറുകള്. അപ്പൊ എന്താ, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ബ്ലഡാണ് അശുദ്ധ രക്തം. അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്ലഡ് ഹൃദയത്തിലേക്ക്, ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന വെയിൻസ് ആണ്, സിരകള്, VEIN, വെയിൻ, സിരകളാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഹൃദയത്തിലെ ആദ്യം എത്തുന്നത് റൈറ്റ് ഏട്രിയത്തിലേക്ക് ഈ അശുദ്ധ രക്തം എത്തും. അവിടെ നിന്ന് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തി അവിടെ നിന്ന് ബ്ലഡ് ലങ്സിൽ എത്തുമ്പോൾ എന്താ, അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കും. ലങ്സ് എന്ത് ചെയ്യുമെന്ന് അറിയോ? ലങ്സ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങ് എടുത്തിട്ട് ഓക്സിജനെ തരും. ഓക്കെ, ബ്ലഡിലേക്ക് ഓക്സിജനെ കൊടുക്കും. അപ്പൊ എന്തായി? ബ്ലഡ് ഓക്സിജനേറ്റഡ് ആയി, ഓക്സിജൻ റിച്ച് ബ്ലഡ് ആയി, ശുദ്ധരക്തമായി. ഓക്സിജന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ആണ് ശുദ്ധരക്തം എന്ന് പറയുന്നത്. ഓക്സിജൻ കൂടുതലുള്ളത്. അപ്പൊ ലങ്സ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സ് എടുത്തിട്ട് ഓക്സിജൻ തിരിച്ച് തരും. അപ്പൊ എന്തായി? ബ്ലഡ് ഓക്സിജനായിട്ട് ശുദ്ധരക്തമായി. അത് നേരെ തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വന്നിട്ടാണ് അത് ഈ മഹാധമനി, അയോർട്ട എന്ന് പറയും, അയോർട്ടയെ കൂടി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശുദ്ധരക്തം എത്തുന്നത്. ഇതിങ്ങനെ സർക്കുലേഷൻ, ഇതാണ് ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 5 ലിറ്ററോളം ബ്ലഡ് നമ്മുടെ ബോഡിയിൽ എപ്പോഴും സർക്കുലേറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഹൃദയത്തിൽ നിന്ന് നമ്മള് ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ധമനികളാണ്. ആർട്ടറീസ്, ARTERIES. ഓക്കെ, ഇത് രണ്ടും വെയിനും ആർട്ടറിയും നമ്മൾ ഡയാലിസിസിൽ പഠിക്കാറുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ധമനികളാണ്, ആർട്ടറീസ്, ARTERIES. എന്നാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലഡ് ഹൃദയത്തിലേക്ക്, അശുദ്ധമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് സിരകളാണ്, വെയിൻസ്. ഓക്കെ, ഇതൊന്നും ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞോളൂ. അപ്പൊ ഇങ്ങനെ 5 ലിറ്ററോളം ബ്ലഡ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയൊക്കെ നമ്മൾ ആ ഒരു ഇൻട്രഡക്ഷനിൽ നമ്മൾ നോക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ കുറച്ച് പോയിന്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. ബ്ലഡ് ബാങ്കിന്റെ മെയിൻ ഫങ്ഷൻസ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ ഫങ്ഷൻസ് എഴുതാനല്ലല്ലോ ചോദിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എക്സാമിന്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഫങ്ഷൻസിലൊക്കെ ഇങ്ങനെ 2 ഓപ്ഷനേ ഉള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഫങ്ഷൻസ് ഫുള്ള് എഴുതാൻ പറയില്ല. ഒന്നില്ലെങ്കിൽ ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നത് ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫങ്ഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഏതൊക്കെയാണ് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്നുള്ളത് ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തത് ചോദിച്ചാലും ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, നിങ്ങൾ അതേ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ച രീതിക്ക് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പൊ ഫങ്ഷൻസ് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ. ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആ പറയുന്നത്. ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ
ഫസ്റ്റ് നോക്കി സ്വിഫ്റ്റ്, SWIFT. സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ റാപ്പിഡ്, പെട്ടെന്ന്. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ മീനിങ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേന് കുഴപ്പമില്ല കേട്ടോ. സ്വിഫ്റ്റ്, പെട്ടെന്ന്. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണന്റ്. കണ്ടോ, ബ്ലഡ് കമ്പോണൻസ്, ബ്ലഡിലുള്ള ഏത് കമ്പോണന്റ് ആണോ, ഏതാ വേണ്ടത് എന്ന് അനുസരിച്ച് അതിന്റെ റിക്വസ്റ്റ് അനുസരിച്ച്, അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസിന്റെ അർജന്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു ഇത് വേണമെങ്കിൽ, ഇപ്പൊ ഒരു ഗ്രൂപ്പ് വേണമെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നാളെ തരാം അല്ലെങ്കിൽ അടുത്ത ദിവസം തരാമെന്ന് അങ്ങനെയാണ് പറയുന്നേ. അങ്ങനെയാണോ? അപ്പൊ തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യണം അല്ലെ? നമുക്ക് എപ്പോഴാണ് അവൈലബിൾ ആയിട്ട് വേണ്ടത് അപ്പൊ തന്നെ വേണം. അതാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. നമുക്ക് ബ്ലഡ് അന്വേഷിച്ച് നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സമയമില്ല. ഇപ്പൊ നമുക്ക് എമർജൻസി ആയിട്ട് ഇപ്പൊ ഈ ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാങ്കിൽ എല്ലാം അവൈലബിൾ ആയിരിക്കും, എല്ലാ ഗ്രൂപ്പ്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ? ഓക്കെ. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണന്റ്. ബ്ലഡ് കമ്പോണന്റിന്റെ അർജന്റ് റിക്വസ്റ്റിന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക, അതായത് അപ്പൊ തന്നെ എത്തിക്കുക കൊടുക്കുക എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് നോക്കിയേ, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. വാലിഡേറ്റ് ചെയ്യാന്ന് ചെക്ക് ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്, പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നുള്ള സാമ്പിളുകള് വാലിഡേറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. എന്ത് ചെയ്യുക? റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റും ഒക്കെ റിസർവ് ചെയ്ത് വെക്കുക. റിസർവ് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, രണ്ട് ഇതായിട്ട് പറഞ്ഞേക്കുന്ന ആ സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് എന്താ? വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ ഈ റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ റിസർവ് ചെയ്ത് വെക്കുക, ശേഖരിച്ച് വെക്കുക, ഈ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി തേർഡ് പോയിന്റ് നോക്കിയേ, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഡോണർ എന്ന് പറഞ്ഞ ആരാ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള്, ബ്ലഡ് കൊടുക്കാൻ സന്നദ്ധയുള്ള ആള്. ഈ ബ്ലഡ് കൊടുക്കുന്ന ആളാണ് ഡോണർ. പേഷ്യന്റ് എന്ന് പറഞ്ഞ ബ്ലഡ് റിസീവ് ചെയ്യുന്നവരാണ് പേഷ്യൻസ്, ആവശ്യമുള്ളവര്. അപ്പൊ ബ്ലഡ് സ്വീകരിക്കുന്നത് ആ പേഷ്യന്റ്. അപ്പൊ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി ഇവാലുവേഷൻ ചെയ്യുക, വിലയിരുത്തുക. അത് രണ്ട് മാച്ച് ആവണമല്ലോ. അപ്പൊ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശക്തി, അത് വിലയിരുത്തുക, ഇവാലുവേഷൻ ചെയ്യുക. Next, fourth point, choosing of suitable blood components for each clinical condition. ഇവിടെ ശ്രദ്ധിച്ചേ, choosing of suitable blood component for each clinical condition. അതായത് ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള്, ആ ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. പിന്നെ കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. ഇനി നോക്കിയേ, ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ ഇത് നമ്മള് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സേഫ് ആയിട്ട് ചെയ്യണം. കോഷൻ എന്ന് പറഞ്ഞാൽ സേഫ് എന്നുള്ള മീനിങ് ആണ്. സേഫ്, സുരക്ഷിതമായും. ഡെലിവറി, അത് ഡെലിവറി ചെയ്യുമ്പോഴും അത് ഹാൻഡിൽ ചെയ്യുന്നതും എങ്ങനെയായിരിക്കണം? സേഫ് ആയിട്ട് വേണം. കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ് എങ്ങനെ ചെയ്യണം? സേഫ് ആയിട്ടും ഡെലിവറി ചെയ്യണം, അത് ഹാൻഡിൽ ചെയ്യുന്നതും സേഫ് ആയിട്ട് തന്നെ ചെയ്യണം.
നെക്സ്റ്റ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് വെച്ചാൽ വിവരങ്ങള്. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസ് അതിന്റെ എലമെന്റ്സിന്റെ ഒക്കെ സ്റ്റോക്ക് മാനേജ്മെന്റ്, എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് അതിന്റെ സ്റ്റോക്ക് മാനേജ്മെന്റ് അത് വിലയിരുത്തുക, അതിന്റെ വിവരങ്ങളൊക്കെ പരിശോധിക്കുക. നമുക്ക് എപ്പോഴും എല്ലാ ഗ്രൂപ്പും അവിടെ അവൈലബിൾ ആയിരിക്കണം, സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ സ്റ്റോക്ക് മാനേജ്മെന്റ്, ഇൻവെന്ററി വിവര പട്ടികകള് ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇലമെന്റ്സ്, സ്റ്റോക്ക് ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ലാസ്റ്റ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തരുന്ന സ്ഥാപനമാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ബ്ലഡ് തരുന്ന സ്ഥാപനമാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. അതായത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളൊക്കെ ചേർന്നിട്ട് ഒരു ബ്ലഡ് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ അവരുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ഈ ബ്ലഡ് ബാങ്കിന്. അപ്പൊ നമുക്ക് ബ്ലഡ് ബാങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് അവിടെ ഷോർട്ടേജ് വരികയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്ലഡ് തരുന്ന ആ സ്ഥാപനവുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് അവിടെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെ വേഗം പഠിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവരുമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ്. നിങ്ങളത് എന്താ പറയാ മനസ്സിലാക്കി വെക്കാം. ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞപ്പോ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി ആ പോയിന്റ്സുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ എന്താ പറഞ്ഞത്, ബ്ലഡ് കമ്പോണന്റിന്റെ അർജന്റ് ആയിട്ടുള്ള ആവശ്യം അനുസരിച്ച് പെട്ടെന്ന് തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ എന്താ, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ വാലിഡേറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. തേർഡ്, ഇവാലുവേഷൻ. ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശക്തി ഇവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ഫോർത്ത് പോയിന്റ്, ഈ ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിൾ പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ. ജസ്റ്റ് പ്ലീസ് മ്യൂട്ട്. നിങ്ങളോട് പ്രത്യേകം ഇനിയും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറയാത്തെ. അറിയാലോ, മ്യൂട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ ക്ലാസ് ഡിസ്റ്റർബൻസ് ആയിരിക്കും. എല്ലാവരും മ്യൂട്ട് ചെയ്യുക. കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. വളരെ സേഫ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുക, അതിന്റെ ഡെലിവറിയും അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻവെന്ററി വിവര പട്ടികകള്, അതുപോലെ തന്നെ സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്, സ്റ്റോക്ക് നോക്കുക. പിന്നെ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്ലഡ് തരുന്ന ആ സ്ഥാപനമായിട്ട് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് 3 പോയിന്റ് വേഗം ഒന്ന് വായിച്ചേ. കാർത്തിക. Yes, ma'am. Okay. Shift response to urgent request for blood component. Validating peer transfusion samples and request to receive the blood and blood count. Next, evaluation of immunological suitability between donor and parents and patient തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആരാ? രമ്യ. അടുത്ത പോയിന്റ്സ് ഒന്ന് വായിച്ചേ. അപ്പൊ ഒരാളെ കൊണ്ട് വായിക്കുമ്പോ നിങ്ങൾ ബാക്കിയുള്ളവരും ആ പോയിന്റ്സ് ഒന്നുകൂടി ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ. Yes, ma'am. Choosing of a suitable blood components for each clinical condition. Cautious
delivery and സേഫ് എന്നാണ് മീനിങ്. സേഫ്, സുരക്ഷിതം, സുരക്ഷിതമായിട്ട്. okay. ഡെലിവറി, Delivery and handling of blood components, inventory and stock management of blood and its elements, communication with the blood establishment. ഓക്കെ, വെരി ഗുഡ്. കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്, ബ്ലഡ് തരുന്ന സ്ഥാപനവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഓക്കെ, ഫങ്ഷൻസ് കിട്ടിയില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ അവിടെ ആ ട്രാൻസ്ഫ്യൂഷൻ എന്നുള്ളത് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. ട്രാൻസ്ഫ്യൂഷൻ, TRANSFUSION, ട്രാൻസ്ഫ്യൂഷൻ എഴുതി വെച്ചോ. പ്രോസസ് ഓഫ് transferring, TRANSFERING, transferring, process of transferring blood from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഓക്കെ, ഇനി സ്റ്റഡി ഓഫ് ബ്ലഡിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയുന്നതെന്ന് അറിയോ? ഹെമറ്റോളജി. അതും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഹെമറ്റോളജി. Study of blood is called hematology. HEMATOLOGY, hematology. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. Study of blood is called hematology. HEMATOLOGY. Okay. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ എന്താന്ന് എഴുതി നമ്മള്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് എന്താ പറഞ്ഞേ? ഹെമറ്റോളജി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ ലൊക്കേഷൻ ആണ്. ഇനി ബ്ലഡ് ബാങ്ക് ഇപ്പൊ നമ്മൾ HI സ്റ്റുഡൻസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും മിക്കതും ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് എല്ലാം നമ്മൾ ചെല്ലുന്ന ആ ഏരിയ, റിസപ്ഷൻ, ഫ്രണ്ട് ഓഫീസ് ഒക്കെ ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബൈ ചാൻസ് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു അവസ്ഥ വരല്ലേ എങ്കിൽ പോലും എന്താ പറയാ, നമ്മൾ മറ്റുള്ളവരെയും കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നാലൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണോ, അവിടെ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഒന്നും കൂടി ഡീപ്പായിട്ടൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് റേഡിയോളജി ഒക്കെ ഇത് കഴിഞ്ഞിട്ട് പഠിക്കാണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു പോകുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ബ്ലഡ് ബാങ്ക് ലൊക്കേഷൻ. ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം ഒരു ബ്ലഡ് ബാങ്ക് ഒക്കെ വെക്കേണ്ടത്? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ലൊക്കേഷൻ. ഓക്കെ, ബ്ലഡ് ബാങ്ക് typically should be situated on the ground floor. അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോർ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് ബാങ്ക് typically should be situated on dash floor. ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു: ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ. ഏത് ഫ്ലോറിലായിരിക്കണം ബ്ലഡ് ബാങ്ക്? നിങ്ങൾ പഠിച്ചു പോണോണ്ടോ, ഇതിന്റെ ഒപ്പം പഠിച്ചു പോവുക. ഞാൻ പ്രത്യേകം ചോദിച്ച ക്വസ്റ്റ്യൻസും ഇതിന്റെ ഒപ്പം പറയുന്നുണ്ട്. അപ്പൊ ബ്ലഡ് ബാങ്ക് എപ്പോഴും വെക്കാനായിട്ട് അഭികാമ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നേ? നമുക്ക് പെട്ടെന്ന് ബ്ലഡ് അവൈലബിൾ ആവാൻ, നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് എമർജൻസി ആയിട്ടാണല്ലോ ബ്ലഡ് ബാങ്കിലേക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഡൊണേറ്റ് ചെയ്യാനൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരിക്കും. ഇപ്പൊ ടോപ്പ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ബിൽഡിംഗ് കയറിയൊക്കെ പോകണം. അത് ഇത് റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് ബ്ലഡ് ബാങ്ക് വെക്കാൻ ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. മറക്കരുത്, ഗ്രൗണ്ട് ഫ്ലോർ.
സെക്കൻഡ് പോയിന്റ് നോക്കി, ഈസി വിസിബിലിറ്റി. രണ്ടാമത്തെ പെട്ടെന്ന് കാണുന്നതായിരിക്കണം, വിസിബിൾ ആയിരിക്കണം. നമ്മള് കാണാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമ്മൾ അന്വേഷിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ബ്ലഡ് ബാങ്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അന്വേഷിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എമർജൻസി ആയിട്ട് നമ്മൾ പെട്ടെന്ന് ബ്ലഡ് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അന്വേഷിച്ച് നടക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഈസി വിസിബിൾ ആയിരിക്കണം. ഓക്കെ, രണ്ട് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. സെക്കൻഡ് വൺ ഈസി വിസിബിലിറ്റി, പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കാണുന്ന രീതിയിലായിരിക്കണം. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ ഇത് നോക്കി, ഇതിനോടൊക്കെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, OT കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പറേഷൻ തിയേറ്റർ. OT എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ അടുത്തായിരിക്കണം. ഇപ്പൊ എന്താ പറയാ, തിയേറ്ററിലൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പെട്ടെന്ന് ബ്ലഡ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ തിയേറ്റർ ഇവിടെ, ബ്ലഡ് ബാങ്ക് വേറെ സ്ഥലത്ത്, അങ്ങനെയാകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ എമർജൻസി ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ എന്തായിരിക്കണം, ചേർന്നായിരിക്കണം. അപ്പൊ ബ്ലഡ് വേഗം എത്തിക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവയോടൊക്കെ അടുത്തായിരിക്കണം. ക്ലോസ്, ഏറ്റവും അടുത്തായിരിക്കണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക്. നാലാമത്തെ പോയിന്റ്, it will have distinct entry and exit with the wide corridors and waiting space in curtail. Curtail എന്ന് പറഞ്ഞാൽ reduce, കുറയ്ക്കുക. Traffic congestion. ഇവിടെ നോക്കിയേ, it will have a distinct entry and exit. പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. അതിന്റെ ഉള്ളില് എന്താ പറയാ, വലിയ തിക്കും തിരക്കും ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ട്രാഫിക് കൺജങ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ട്രാഫിക് തിരക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. ആൻഡ് വിത്ത് വൈഡ് കോറിഡോഴ്സ്, വീതിയുള്ള ഇടനാഴികൾ, കോറിഡോഴ്സ് നല്ല വിശാലമായിട്ടുള്ള ഇടനാഴികളും, ആൻഡ് വെയിറ്റിംഗ് സ്പേസ്. ഇപ്പൊ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്നവർക്കും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തവർക്കൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഇരിക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെയിറ്റിംഗ് സ്പേസും വേണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോഴ്സ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കർട്ടൈൽ. ഇതൊക്കെ എന്തിനാ, കർട്ടൈൽ ട്രാഫിക് കൺജങ്ഷൻ, ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് വെച്ചാൽ ഇടനാഴിയൊക്കെ ചെറുതാണ്, അത് വെയിറ്റിംഗ് സ്പേസ് ഒക്കെ ഇല്ലെങ്കിലൊക്കെ അവിടെ ഭയങ്കര തിരക്കായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ അതിനെല്ലാം വേണ്ടിയിട്ട്, ട്രാഫിക് കൺജക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. അതുപോലെ വൈഡ് കോറിഡോഴ്സ്, വിത്ത് വൈഡ് കോറിഡോഴ്സ് ആൻഡ് വെയിറ്റിംഗ് സ്പേസും വേണം. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്. ഇത് എങ്ങനെയായിരിക്കണം, ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ടു വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പബ്ലിക് എൻട്രി കുറവായിരിക്കണം. So that there is no inference in the work of the lab technician. Inference എന്ന് പറഞ്ഞാൽ ഇടപെടല്, ഇത് തടസ്സപ്പെടുത്താത്ത രീതിയിൽ ലാബ് ടെക്നീഷ്യന്റെ, അപ്പൊ അവിടെ ഒത്തിരി ടെക്നീഷ്യന്മാരുണ്ടാവുമല്ലോ ലാബിലൊക്കെ, അപ്പൊ അവർക്കുടെയൊക്കെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്. സ്പേഷ്യസ് എന്ന് വെച്ചാൽ വിശാലമായ, ഇത് വിശാലമായിരിക്കണം. പക്ഷെ എന്താ, വിത്ത് മിനിമം പബ്ലിക് എൻട്രി കുറഞ്ഞ് വിശാലമായിരിക്കണം. എന്തുകൊണ്ടാണ്, there is no inference the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ എന്താ, ഈ നമ്മുടെ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വളരെ വിശാലമായിരിക്കണം ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ്സ് ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. 5 പോയിന്റ്സ് നമ്മുടെ ലാസ്റ്റ് പറഞ്ഞതിൽ നോക്കി, ഈ പബ്ലിക് എല്ലാവർക്കും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു ഏരിയയുമായിട്ട്, ബ്ലഡ് ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഇത് ഉള്ളവർക്ക് മാത്രം ആ ഏരിയയിലേക്ക് പോയാൽ മതി. അപ്പൊ നമ്മൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും.
പബ്ലിക് എൻട്രി എല്ലാ പബ്ലിക്കിനും അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊരു പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ആ ട്രാഫിക്കിന്റെ അവിടെ ആ ലാബ് ടെക്നീഷ്യന്റെ ഒക്കെ വർക്കിന് തടസ്സപ്പെടുത്താത്ത എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും ആകുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ അവരുടെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. ഓക്കെ, ഇത്രയാണ് 5 പോയിന്റ്സ് ആണ് ലൊക്കേഷനിൽ വരുന്നത്. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് അറൌണ്ട് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഈസി വിസിബിലിറ്റി, നല്ല വിസിബിൾ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കണം. വിസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഇൻ നിയർ പ്രോക്സിമേറ്റ് വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ അടുത്തായിരിക്കണം. പിന്നെ പറഞ്ഞത് 4ാമത്തെ പോയിന്റ് പ്രത്യേകം എൻട്രിയും എക്സിറ്റ് വേണം. വിത്ത് വൈഡ് കോറിഡോർസ്, നല്ല രീതിയുള്ള ഇടവഴിയായിരിക്കണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? ഇൻ കർട്ടൽ ട്രാഫിക് കൺജങ്ഷൻ, ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് സ്പേഷ്യസ് ആയിരിക്കണം, നല്ല വിശാലമായിരിക്കണം. പക്ഷെ പബ്ലിക് എൻട്രി കുറവായിരിക്കണം. അതെന്തുകൊണ്ടാ? സോ ദാറ്റ് there is no inference the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. ഓക്കെ, ഇത്രേ പോയിന്റ് കിട്ടിയോ? 5 പോയിന്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ലൊക്കേഷൻ. ഓക്കെ, സഫിയ ഇന്ന് റീഡ് ചെയ്ത് 3 പോയിന്റ് റീഡ് ചെയ്ത് ചെറിയ പോയിന്റ്. സഫിയ വേഗം വായിച്ചോ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവാനും നിരവധി വായിക്കുമ്പോ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സഫിയ. ഡില്ല ഉണ്ടോ? ഡില്ല. Yes, ma'am. Okay, ഡില്ല ഒന്ന് വായിച്ചു. Location typically should be situated on the ground floor. Easy visibility. In near proximity with the emergency department, OT complex, hospitals, clinical department. Okay, very good. നിങ്ങൾക്ക് 3 പോയിന്റ്സും കിട്ടിയല്ലോ. നെക്സ്റ്റ് ആരാ? സ്ക്രീനിൽ കാണുന്നുള്ളൂ. ഷിയാസ് എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആരാന്ന് എനിക്കറിയില്ല. ഷിയാസ്. എന്റെ പേര് നിജിയ എന്നാണ്. ഇങ്ങനെ ഇട്ടേക്കുന്ന ചിലപ്പോ പിള്ളേർക്കുടെ പേരൊക്കെ ആയിരിക്കും ഇട്ടേക്കുന്നത്. എന്താ, നിധിയ എന്നാണോ? നിജിയ. ഓക്കെ, വായിച്ചോട്ടോ. അടുത്ത 2 പോയിന്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോകാം. Okay. It will have distinct entry and exit with wide corridors and waiting space in curtail traffic conjunctions. Okay. It must be spacious through with minimum public entry so that there is no interference with the work of the lab technicians. ഓക്കെ, ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഇടപെടല. അവരുടെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം, സ്പേഷ്യസ് ആയിരിക്കണം. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എന്നുള്ള മീനിങ് ആട്ടോ. സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും വേണം പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ആരെങ്കിലും ഒന്ന് തമ്പിടുവോ? എന്നിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അപ്പൊ 2 കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ച ബ്ലഡ് ബാങ്ക് എന്താണെന്ന് നമ്മൾ എഴുതി. ഒരു ഡെഫിനിഷൻ ആയിട്ട് പഠിക്കണ്ട, എങ്കിലും മനസ്സിലാക്കി വെക്കണം. ബ്ലഡ് ബാങ്കിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ അവിടെ ഒരു എക്സ്പാൻഡഡ് ഫോം നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് WHO എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് ഫോം. പിന്നെ ബ്ലഡിനെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി എന്നറിയപ്പെടുന്നത് ഹെമറ്റോളജി. പിന്നെ നമ്മൾ പറഞ്ഞത് മെയിൻ ഫങ്ഷൻസ് പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്. പിന്നെ അടുത്തത് ലൊക്കേഷൻ. കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡയഗ്രാം ആണ്. ഡയഗ്രാം ഷോസ് ദാറ്റ് ദ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ജോബ്സ് ഒക്കെ തമ്മിലുള്ള ഒരു
ആ ഒരു എന്താ പറയാ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്ന ആളുകൾ തമ്മിലാവാം, അല്ലെങ്കിൽ അവരുടെ ജോബുകളൊക്കെ തമ്മിലാവാം, എന്തായാലും ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്ന ഒരു ഡയഗ്രത്തിനെയാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഓർഗാനോഗ്രാം is a diagram that shows the structure of organization and relationship between the different people, department and jobs at a different level within that organization. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളോ ആളുകളുടെ തമ്മിലോ അല്ലെങ്കിൽ ആളുകളോ അവരുടെ ജോബുകളോ തമ്മിലുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് ഓർഗാനോഗ്രാം. ഇവിടെ ഈ ഓർഗാനോഗ്രാമില് ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം ആണ് ഈ തന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ്. ഇതില് ഏത് ഓർഗാനോഗ്രാം ആ കറക്റ്റ് ഇൻ റിലേറ്റിംഗ് ടു ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ് എന്നായിരിക്കും ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇതിന്റെ ഓർഡർ നിങ്ങൾക്ക് തെറ്റിച്ചു തരാം. അപ്പൊ അതിന്റെ ഓർഡർ നമ്മൾ ഏതാണ് ആരോ മാർക്ക് ഇട്ട് ഇങ്ങനെ തരും. ഏറ്റവും ടോപ്പില് ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും ടോപ്പില് വരുന്ന മെഡിക്കൽ ഡയറക്ടർ ആണ്. ഓക്കെ, മെഡിക്കൽ ഡയറക്ടർ. അപ്പൊ ആദ്യം ഇത് മനസ്സിലാക്കുക, ഏറ്റവും ടോപ്പില് മെഡിക്കൽ ഡയറക്ടർ. അതിന്റെ തൊട്ട് താഴെ ഇതിനകത്ത് വേറൊന്നും ഡീറ്റെയിൽ പഠിക്കാനില്ല. ഈ ഡയഗ്രാം അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വരുന്നതാണ് HOD. മെഡിക്കൽ ഡയറക്ടറിന്റെ തൊട്ട് താഴെ വരുന്നതാണ് HOD. എന്താ HOD എക്സ്പാൻഡഡ് ഫോം? എന്താ? Head of ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് HOD വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെയാണ് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്ന ക്വാളിറ്റി മാനേജർ ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്ന ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതിന് താഴെയാണ് അത് ആരാണ്? ക്വാളിറ്റി മാനേജർ. അപ്പൊ അത്രയും ആ ഒരു ഓർഡർ നോക്കാം. മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ക്വാളിറ്റി മാനേജർ. ഇനി നോക്കിയേ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വരുന്ന BTO. BTO എന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. BTO ആരാ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ആണ് BTO. അതിന് തൊട്ട് താഴെയാണ് ടെക്നീഷ്യൻ. BTOയുടെ തൊട്ട് താഴെ ടെക്നീഷ്യൻ വരാം. അതിന്റെ തൊട്ട് താഴെയാണ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നത്. അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. അപ്പൊ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ഒരു ഭാഗത്ത് BTO വരുന്നുണ്ട്. BTO, ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഇനി അപ്പുറ സൈഡ് നോക്കിയേ, ടെക്നിക്കൽ സൂപ്പർവൈസർ. അവിടെ ടെക്നിക്കൽ സൂപ്പർവൈസർ വരുന്നുണ്ട്. ക്ലർക്ക്, നേഴ്സസ്, PRO. ക്ലർക്ക്, നേഴ്സസ്, PRO ഇതൊക്കെ ടെക്നിക്കൽ സൂപ്പർവൈസറുടെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഈ ഡയഗ്രാം ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാം. ഇതിനകത്തുനിന്ന് ഇതിന്റെ ഡയഗ്രാം ഏതാണ്, ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഓരോന്നിന് കീഴിൽ വരുന്ന ആരാണെന്ന് ചോദിക്കാം. ഈ പിക്ചർ ഒന്ന് പഠിച്ചു വെച്ചാൽ ഓക്കെ അല്ലേ? നമ്മള് നോക്കിയ ടെക്നിക്കൽ ഹൂ കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ആരൊക്കെ? അവിടെ ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് തരാം. ക്ലർക്ക് എന്ന് തരാം, ടെക്നീഷ്യൻ തരാം, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ തരാം, BTO തരാം. 4 ഓപ്ഷൻ വന്നു. Who comes under technical supervisor? ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്? ക്ലർക്സ്, BTO, ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ആരാ? ക്ലർക്ക്. നമ്മുടെ നേഴ്സ് ആണെങ്കിൽ നേഴ്സസ് ആണെങ്കിൽ അങ്ങനെ, PRO എന്നാണെങ്കിൽ അങ്ങനെ. ആരാ PRO എന്ന് പറഞ്ഞേ? PRO, Patient relation പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് PRO എന്ന് പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലെ? PRO എന്ന് എഴുതി വെച്ചാണ്. പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് PRO എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നതാണ്. ഒന്നുകൂടി ഓർഗാനോഗ്രാം ഒന്ന് ശ്രദ്ധിച്ചേ. മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ക്വാളിറ്റി മാനേജർ. അതിന് വീണ്ടും 2 ബ്രാഞ്ച് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു സൈഡില് BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, അതിന്റെ താഴെ ടെക്നീഷ്യൻ, അതിന്റെ താഴെ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നുണ്ട്. ഇനി ഇപ്പുറ സൈഡിൽ നോക്കിയേ, ടെക്നിക്കൽ സൂപ്പർവൈസർ ഉണ്ട്, ക്ലർക്കുകൾ വരുന്നുണ്ട്, നേഴ്സസ് വരുന്നുണ്ട്, BRO വരുന്നുണ്ട്. അപ്പൊ നിങ്ങള് ബുക്ക് എടുത്തിട്ട് ഒന്ന് എഴുതിക്കുക, ഓർഗാനോഗ്രാം എന്ന് ഹെഡിങ് കൊടുക്കുക.
ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം ഇത് ഓരോന്നും നിങ്ങൾ പഠിക്കുമ്പോൾ മിക്കതിലും ഓർഗാനോഗ്രാം പഠിക്കാണ്ട് കേട്ടോ. ഫ്ലോ ചാർട്ട് തന്നെയാണെങ്കിൽ നിങ്ങൾ ഓർഗാനോഗ്രാം ചിലതിന്റെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഓരോന്നും നമ്മൾ പഠിച്ചു പോകുമ്പോൾ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, സഫി ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടെ. നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിലും നമുക്ക് ക്ലാസ് റെക്കോർഡ് ഇത് എന്താ പറയാ ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓൺലൈനിൽ കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് ആണല്ലോ അവര് കാണുന്നത്. അപ്പൊ അവർക്ക് നമ്മുടെ ആരുടെയെങ്കിലും ഒരു മ്യൂട്ട് അത് അൺമ്യൂട്ട് ആയി കിടന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. നമുക്കും ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് വരും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് മാറ്റി നമ്മള് നിങ്ങൾ പറയാം കേട്ടോ. അപ്പൊ ഒന്ന് ഹെഡിങ് കൊടുക്കാം. ഓർഗാനോഗ്രാം. ORGANOGRAM. ഓർഗാനോഗ്രാം. ഓക്കെ, a diagram DIAGRAM that shows a diagram that shows the structure. A diagram that shows the structure. STRUCTURE. Structure of an organization. Structure of an organization. 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 A diagram that shows the structure of an organization and relationship between the different people, comma, department, 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 and jobs, JOBS, and jobs at different levels, 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 within, within, within that organization, a diagram that shows the structure of an organization and relationship between different people, comma, department, and jobs at different levels within that organization. കിട്ടിയോ? ഡെഫിനിഷൻ കിട്ടിയ എല്ലാവർക്കും? ഓക്കെ, ഓക്കെ. രമ്യ ഒന്ന് റീഡ് ചെയ്തേ. വാട്ട് ഈസ് ഓർഗാനോഗ്രാം? A diagram that shows the structure of an organization and the relationship between the different people, department, and job at the different levels within that organization. Within that organization. Different people, comma, different people, comma, department, and the jobs at a different level within that organization. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന പല ഡിപ്പാർട്ട്മെന്റുകളോ അവരുടെ ജോലികളോ അല്ലെങ്കിൽ ആളുകളോ തമ്മിലുള്ള ആ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ ഓർഗാനോഗ്രാം നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാമ പഠിച്ചത്. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഇന്ന് നിങ്ങൾക്കൊരു വർക്ക് ഞാൻ തന്നെയാണ്. ഇന്നിപ്പോ നമ്മൾ ഈ ഓർഗാനോഗ്രാമിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ടില്ലേ, അതിന്റെ താഴെ ഇന്ന് തന്നെ എല്ലാവരും ഇതൊന്ന് നമ്മൾ വലിയ ഭംഗിയിലൊന്നും വരയ്ക്കൊന്നും വേണ്ട, നമ്മൾ ഒന്ന് ആരോ മാർക്ക് ഇട്ട് ഈ ഓർഗാനോഗ്രാം ഒന്ന് നോട്ടിലേക്ക് വരച്ചു വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ചെയ്യൂലേ?
Okay, ma'am. വലിയ ചോദ്യമൊന്നുമില്ല, ഒരു 2-3 മിനിറ്റത്തെ കാര്യമുള്ളൂ. മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ക്വാളിറ്റി മാനേജർ, 2 ബ്രാഞ്ച് കൊടുക്കുക. അവിടെ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അവിടെ നിന്ന് PTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, ടെക്നീഷ്യൻ വരുന്നുണ്ട്. അതിന്റെ താഴെ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. നെക്സ്റ്റ് വരുന്നത് ഇവിടെ ടെക്നിക്കൽ സൂപ്പർവൈസർ, അതിന്റെ താഴെ ക്ലർക്കുകൾ വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, PROയും വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് റീഡ് ചെയ്യണം. ഓക്കെ, നമ്മള് ബ്ലഡ് ബാങ്ക് എന്താണെന്ന് പറഞ്ഞു, ബ്ലഡ് ബാങ്ക് പറഞ്ഞു. പിന്നെ അടുത്തത് അതിന്റെ ഫങ്ഷൻസ്, മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ബ്ലഡ് ബാങ്കിന്റെ കീഴിൽ വരുന്ന ഫങ്ഷനുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തതാണ് ഓർഗാനോഗ്രാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം നമുക്ക്. എന്തൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നത്? വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്? ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നതിന്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമ്മള് പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യുന്ന പ്രിലിമിനറി ചെക്കപ്പുകൾ. പത്തോളജി എന്ന് പറഞ്ഞാൽ പത്തോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഡിസീസ്. ഇത് കിട്ടാത്തവരൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. പത്തോളജി, പത്തോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. പത്തോളജി ഷോർട്ട് ചെയ്ത നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് എഴുതി വെക്കാം കേട്ടോ. പത്തോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് പത്തോളജി എന്ന് പറയുന്നത്. പത്തോളജി. ഓക്കെ, സുമി, ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ മെസ്സേജ് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ആ ഒരു ഇത് ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ, എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മള് ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നതെന്ന്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം തന്നെ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ, ചെക്കപ്പുകൾ ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് പ്രീ ഡൊണേഷൻ ചെക്കപ്പുകള്. നമ്മുടെ ബോഡി അതിന് ഫിറ്റ് ആണോ, നമുക്ക് ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ നമുക്ക് ശരീരത്തിൽ ആവശ്യത്തിനുള്ള ബോഡി ഉണ്ടെങ്കിൽ, ബോഡിയിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മുടെ ശരീരത്തിൽ അതിനാവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ, നമ്മൾ മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആണോ, നമ്മുടെ ഏജ് പറഞ്ഞല്ലോ 18 to 65, ഏജ് 18-നും 65 വയസ്സിന് ഇടയിലായിരിക്കണം, വെയിറ്റ് 45 kg എബോയിലായിരിക്കണം. പിന്നെ എന്തൊക്കെയാ, കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ, നമുക്ക് എയ്ഡ്സ്, പോലുള്ള, പിന്നെ ഹെപ്പറ്റൈറ്റിസ്, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസുകൾ ഉണ്ടോ? അപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ ബ്ലഡ് മേടിക്കുന്ന ആളുകൾക്ക്, റിസീവ് ചെയ്യുന്ന ആളുകൾക്ക് അത് വരാം, ബ്ലഡിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് ചെക്ക് ചെയ്യും. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ, പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യും. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ തന്നേക്കുന്ന എ സർട്ടൻ സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റ് ആർ ഡൺ ഇൻ ദ ലാബ് വൺ ദ ബ്ലഡ് ഈസ് ഡൊണേറ്റഡ്. നമ്മൾ ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ, പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യും. ബട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ്. അപ്പൊ ഈ പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യും, പക്ഷേ ഈ താഴെ തന്നിരിക്കുന്ന ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിയന്ത്രണമില്ല. അപ്പൊ പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം തന്നെ ഈ ടെസ്റ്റുകളും കൂടി നമ്മൾ ബ്ലഡ് ബാങ്കിൽ ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, എ സർട്ടൻ സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റ് ആർ ഡൺ ഇൻ ദ ലാബ് വൺ ഈസ് ബ്ലഡ് ഡൊണേറ്റഡ്. ഒരു പ്രാവശ്യം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ചില പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യും. അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിലിമിനറി ടെസ്റ്റിൽ വരുന്നതാണ്. ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ്. പക്ഷെ എന്താ, ഈ താഴെ തന്നിരിക്കുന്നത് ടെസ്റ്റുകൾക്ക് റെസ്ട്രിക്ഷൻ ഇല്ല, നിയന്ത്രണവും ഇല്ല. അപ്പൊ എന്തൊക്കെയും കൂടി ചെയ്യുമെന്ന് നോക്കിയേ. ടൈപ്പിംഗ് ABO ഗ്രൂപ്പ്, ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യും. എല്ലാവർക്കും അറിയാലോ അവരവരുടെ ഗ്രൂപ്പ് ഏതാന്ന് അറിയില്ലേ? ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് അറിയില്ലേ? Yes, ma'am. എന്റെ ഗ്രൂപ്പ് A പോസിറ്റീവ് ആണ് കേട്ടോ. O പോസിറ്റീവ്. ഓക്കെ, നെഗറ്റീവ്. അത് നമുക്ക് ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അത് ടേബിൾ ആയിട്ട് തന്നെ വരച്ച് പഠിക്കാണ്ട്. അപ്പൊ നിങ്ങള് ഒരു കാര്യം കൂടി ചെയ്യണം. അപ്പൊ നമുക്ക് വേഗം ക്ലാസ് എടുക്കാമല്ലോ. നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് 4 ബ്ലഡ് ഗ്രൂപ്പാണ് നമുക്ക് ഉള്ളത്.
പിന്നെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്. ഇത് വളരെ ലക്ഷക്കണക്കിനോ ഒക്കെ ഉള്ള ഒരാളുകൾക്ക് വരുന്ന ഒരു ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ്. നമ്മുടെ ഒരു ബാച്ചിൽ ഒരു കുട്ടിയുടെ മകന് ഗ്രൂപ്പായിരുന്നു കേട്ടോ. ഞാനും ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കേട്ടത്. നമ്മുടെ ഒരു പരിചയത്തിലോ റിലേറ്റീവ്സിലോ ഒന്നും ആ ഗ്രൂപ്പ് അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു ബാച്ചിന്റെ ഒരു കുട്ടിയുടെ മോന് ഉണ്ടായിരുന്നു ബോംബെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അത് വളരെ അപൂർവമായിട്ട് നമ്മുടെ ലക്ഷക്കണക്കിനൊക്കെ ഒരാൾക്ക് വരുന്ന ഒരു ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ 4 ഗ്രൂപ്പ് ഏതൊക്കെയാ? എ, ബി, എ, ബി, ഒ. 4 ബ്ലഡ് ഗ്രൂപ്പാണ് നമുക്കുള്ളത്. ഏതൊക്കെയാ ഗ്രൂപ്പ്? A, B, O. എ, ബി, ഒ. എയും ബിയും എ, ബിയും ഒ. അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പ് നോക്കും, അത് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം കേട്ടോ. 4 ഗ്രൂപ്പ് നോക്കും. പിന്നെ അതുകൂടാതെ RH ടൈപ്പിംഗ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അപ്പൊ എ എന്ന് പറഞ്ഞാൽ എ പോസിറ്റീവ് ഉണ്ട്, എ നെഗറ്റീവ് ഉണ്ട്. ബിക്ക് ബി പോസിറ്റീവ് ഉണ്ട്, ബി നെഗറ്റീവ് ഉണ്ട്. എ ബിക്ക് എ ബി പോസിറ്റീവ് ഉണ്ട്, എ ബി നെഗറ്റീവ് ഉണ്ട്. ഓക്ക് ഓ പോസിറ്റീവ് ഉണ്ട്, ഓ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ എ ഗ്രൂപ്പ് എന്ന് മാത്രം നോക്കിയാൽ പോരാ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യും. അപ്പൊ ആദ്യം ഗ്രൂപ്പ് നോക്കും, പിന്നെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് അല്ല വേണ്ട, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേഗം ഒന്ന് ടേബിൾ ആക്കി വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഓർഗാനോഗ്രാം ഓൾറെഡി നിങ്ങൾക്ക് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മതി. അടുത്ത ക്ലാസ്സിൽ എന്നാ ഇത് നമുക്ക് നോക്കാം. ഇത്രയും കാര്യം നോക്കാം. ബോംബെ ഗ്രൂപ്പ് ഏതാണ്? ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. ബോംബെ ഗ്രൂപ്പ് വളരെ അപൂർവമായിട്ട് ആളുകളിൽ കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. 5ാമത്തെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ മെയിൻ ആയിട്ട് 4 ഗ്രൂപ്പാണ് നമുക്ക്. 4 ഗ്രൂപ്പ് എ, ബി, എ, ബി, ഒ. 4 ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്. അതിന് ഓരോന്നിനും എന്തുണ്ട്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. എക്കുണ്ട് എ പോസിറ്റീവ്, എ നെഗറ്റീവ്. ബിക്കുണ്ട് ബി പോസിറ്റീവ് ഉണ്ട്, ബി നെഗറ്റീവ് ഉണ്ട്. ഓക്കുണ്ട് ഓ പോസിറ്റീവ്, ഓ നെഗറ്റീവ്. എ ബിക്കുണ്ട് എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് ആദ്യം നോക്കും. ഇനി ബാക്കിയിട്ട് നമുക്ക് എന്നാ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോ ഇത് നമുക്ക് എന്താ പറയാ, ഇവിടെ വരെ നിങ്ങളൊന്ന് റീഡ് ചെയ്യുക. ഇത് ഇന്ന് തന്നെ ചെയ്യണം. അത് ഞാൻ നിർബന്ധമായിട്ട് പറയാം. വളരെ കുറച്ചേ നമ്മൾ എടുക്കുന്നുള്ളൂ ഒരു ദിവസം. നിങ്ങൾ ഇത് പെൻഡിങ് ഇടരുത്. ഇനിയിപ്പോ എനിക്ക് അടുത്ത ആഴ്ചയിലായിരിക്കും ചിലപ്പോ ക്ലാസ് വരുന്നത്. അപ്പൊ നമ്മുടെ ടൈം ടേബിൾ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് സെറ്റ് ചെയ്യണേ ഉള്ളൂ. കുറച്ച് ടീച്ചേഴ്സ് ഒക്കെ പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ കൂടി ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ ടൈം ടേബിൾ ഒക്കെ ഇതിൽ സെറ്റ് ആവണേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ടൈം ടേബിൾ അയച്ചു തരും. അപ്പോ കറക്റ്റ് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അടുത്ത ഏത് ദിവസം വന്നേന്നുള്ളത്. അപ്പൊ എന്തായാലും അതുവരെ മറക്കരുത്. എല്ലാവരും ഇന്ന് തന്നെ റീഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓക്കെ, നിഷ മാമ നിങ്ങൾക്ക് ഓൾറെഡി എടുക്കുന്നുണ്ടല്ലോ 6ല്. എല്ലാ പുതിയ ഫീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ടൈം ടേബിൾ ഞങ്ങൾക്കും കറക്റ്റ് ആക്കിയിട്ടില്ല. അടുത്ത ദിവസം തന്നെ തരാനാ പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഞങ്ങളുണ്ടാവും ക്ലാസ്സില്. അപ്പൊ നമുക്ക് അല്ല ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി അടുത്ത ആഴ്ചക്ക് വെക്കരുത്. നമുക്ക് അല്ലെങ്കിൽ എക്സാമിന് വരെ ബുദ്ധിമുട്ടാവും. അന്നന്ന് പഠിപ്പിക്കുന്നത് മസ്റ്റ് ആയിട്ട് നമ്മൾ അന്നന്ന് തന്നെ റീഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എക്സാം വരുമ്പോ നമുക്ക് ഒരുപാടാവുമ്പോ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും, ബുദ്ധിമുട്ടാവും. ഇന്ന് തന്നെ കുറച്ചല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് തന്നെ എല്ലാവരും റീഡ് ചെയ്യോ? വെരി ഗുഡ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. Thank you, ma'am. ഓക്കെ, Thank you, ma'am. അത് മറക്കരുത്. Thank you, ma'am. നല്ല പിള്ളേരല്ലേ. ഓക്കെ, ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ് എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടാവണം.